ഇതാ എല്ലാവരും ഇവിടെ ചോദിച്ചു വരുന്ന കോംബോയാണ് ഈ പഴംപൊരിയും ബീഫും. അപ്പോൾ ദേ ഇതാണ് ഇവിടുത്തെ ബിരിയാണി. ഓക്കെ, അതുപോലെ ഇതാ ചിക്കൻ പീസ് 3 പീസൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര ചൂടായതുകൊണ്ടേ എടുക്കാൻ പറ്റുന്നില്ല. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇത് ചാലക്കുടി മാർക്കറ്റ് റോഡിലാണ്, ഹോട്ടൽ ആവേ മെരിയ. ഞാനപ്പോൾ ഈ സ്ഥലത്തേക്കൊന്നും നമ്മൾ വീഡിയോ അങ്ങനെ അധികം എടുത്തിട്ടില്ല. നമ്മൾ ഇൻസ്റ്റഗ്രാം സ്ഥിരമായി കാണുന്ന ആളുകൾക്കറിയാം, ബിബിൻ വേണു എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട്. ബിബിൻ്റെ അച്ഛനും അമ്മയാണ് ഇത് നടത്തുന്നത്. ബിബിൻ തന്നെയാണ് കേട്ടോ. നമ്മളെ വീഡിയോക്കൊക്കെ ബിബിൻ ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജൊക്കെ അയക്കും. എനിക്ക് നല്ല രസമുള്ള വീഡിയോസും പിന്നെ ചില ആളുകളെ ഹെൽപ്പ് ചെയ്യണതൊക്കെ കാണുമ്പോൾ അവൻ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടത്തോടു കൂടിയൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെയാണ് ഒരു ദിവസം ബിബിൻ പറയുന്നത്, തൃശ്ശൂർക്ക് പോകണമെങ്കിൽ ചേച്ചി എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു കട ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ ആയി പറഞ്ഞിട്ട്, നമ്മളപ്പോൾ അടുത്ത വട്ടം തൃശ്ശൂർ വരുമ്പോൾ ഉറപ്പായിട്ടും എടുക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഇന്ന് ഇവിടേക്ക് വന്നിരിക്കുക. ഒരുപാട് വലിയൊരു ഹോട്ടലോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. പ്രധാനമായിട്ടുള്ളത് ഈ എണ്ണക്കടികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പക്ഷെ ഉച്ചയ്ക്ക് വരികയാണെന്ന് വെച്ചാൽ ദോശയായാലും മസാല ദോശ അങ്ങനെയൊക്കെ കിട്ടും. ഇവിടെ 120 രൂപയ്ക്ക് ചിക്കൻ ബിരിയാണിയും കിട്ടും. അപ്പം നമ്മളിന്ന് ബിരിയാണിയുടെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഇതാണ് മുളക് വട. എല്ലാ നാട്ടിലേക്കും ഉണ്ടോ മുളക് വട എന്നറിയില്ല. ഞാൻ തിരുവനന്തപുരത്ത് ഒരു കടയിൽ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഉഴുന്നുവട മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് ഞങ്ങളുടെ നാട്ടിൽ, അതായത് മലയാറ്റൂർ, അങ്കമാലി പ്രദേശത്തൊക്കെ എല്ലാ ദിവസവും എല്ലാ ചായക്കടകളിലും വൈകുന്നേരമുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് മുളക് വട എന്ന് പറയുന്നത്. ഞാൻ കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷമായിട്ടുണ്ട്. ഇത് ഉഴുന്ന് വെച്ചിട്ടല്ല കേട്ടോ ഉണ്ടാക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മുളക് വട എന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കര എരിവുള്ള സാധനമൊന്നുമല്ല. നൊസ്റ്റാൾജിയ. ഇത് ചെറുപ്പത്തിലൊക്കെ എല്ലാ ദിവസവും അച്ഛൻ വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പലഹാരങ്ങളും എന്തെങ്കിലും മേടിച്ചിട്ടാവും വരിക. അതിലൊരു പ്രധാനമായിട്ടാണ് മുളക് വട. അല്ലെങ്കിൽ ഒരു തരം പത്തിരി ഉണ്ട്, അതും ഇവിടെ ഉണ്ട്. ഈ പത്തിരി പിന്നെ ബോണ്ട അങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം അന്നൊന്നും അങ്ങനെ അധികം മേടിച്ച് കണ്ടിട്ടില്ല. ഇതൊക്കെയാണ് വീട്ടിലേക്ക് സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന ഐറ്റം. എത്ര നാളായി ചേട്ടാ കട തുടങ്ങിയിട്ട്? ഇപ്പോൾ 2 വർഷമായുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ഇവിടെ? സ്പെഷ്യല് ബിരിയാണി ഉണ്ട്, പഴംപൊരി ബീഫ്, പിന്നെ വറവ് സാധനങ്ങൾ, പഴംപൊരി, സുജിയൻ, ഇങ്ങനെയുള്ള വറവ് സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. അത് വൈകുന്നേരം വരെ ഉണ്ടല്ലേ? വൈകുന്നേരം അത് തരണ വരെ കൊടുക്കും. കഴിഞ്ഞനുസരിച്ച് ഉണ്ടാക്കുക. അതിനൊക്കെ കഴിഞ്ഞനുസരിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. രാവിലെ എപ്പോഴാണ് തുറക്കുക? രാവിലെ 7 മണിയാവും. 7 മണിയാവും. അപ്പൊ നമുക്ക് ദോശയൊക്കെയാ കൊടുക്കണം. അപ്പം ഉണ്ടാവും, പൂരി മസാല ഇതൊക്കെ ഉണ്ടാവും. ഇനി അടച്ചിട്ട് പോവണ്ടോ? വൈകുന്നേരം അടച്ചിട്ട് എപ്പോഴാ പോവാ? അടച്ചിട്ട് 8 മണിയാവും. 8 മണി വരെ. 8 മണി വരെ കൊടുക്കും. ബിരിയാണി ആണെങ്കിൽ എത്ര പൈസക്കാ കൊടുക്കുക? ബിരിയാണി ഇപ്പൊ 120 രൂപ. 120 രൂപയ്ക്ക് നമുക്ക് ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ. ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, വെജിറ്റബിൾ ഉണ്ട്, എഗ് ബിരിയാണി ഉണ്ട്. ഞായറാഴ്ച ദിവസം ഇല്ല? ഞായറാഴ്ച ഇല്ല, ഞായറാഴ്ച ഓഫാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബിരിയാണി. ഓക്കെ, അതുപോലെ ഇതാ ചിക്കൻ പീസ് 3 പീസൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര ചൂടായതുകൊണ്ടേ എടുക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ കൂടെ ഇങ്ങനെ സാലഡും പിന്നെ ഒരച്ചാറും കൂടെ ഉണ്ട് കേട്ടോ. ചെറിയ അങ്ങനത്തെ അരി ഉണ്ടല്ലോ, അതാണ്. ഇതാ എല്ലാവരും ഇവിടെ ചോദിച്ചു വരുന്ന കോംബോയാണ് ഈ പഴംപൊരിയും ബീഫും. ഒരു സമയത്ത് ഇത് ഭയങ്കര ട്രെൻഡായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ എപ്പോഴും നോക്കിയാലും പഴംപൊരിയും ബീഫും റീലുകളായിരുന്നു. ഇപ്പോൾ പക്ഷെ അങ്ങനെ അത്ര കാണാറില്ല ഇവിടെ. പക്ഷെ ഇന്നും ആ ട്രെൻഡ് അവസാനിച്ചിട്ടില്ല. രാവിലെ മുതൽ രാത്രി വരെ വന്നാലും പഴംപൊരിയും ബീഫും കിട്ടും. ബീഫിൻ്റെ ചാറിൽ ഈ പഴംപൊരി മുങ്ങി കെടുക്കുകയാണ് കേട്ടോ. അത് നല്ല പഴുത്ത പഴം കൊണ്ടുള്ള പഴംപൊരി ആണെങ്കിലാണ് ഇത് രസം. പക്ഷെ ഇതങ്ങനെയാണ്, ചിലയിടത്ത് ഇങ്ങനെ പഴുക്കാത്ത പഴംപൊരി ഉണ്ട്. പക്ഷെ നല്ലോണം പഴുത്ത പഴമായതുകൊണ്ട് വേഗം വിട്ട് പോരുന്നുണ്ട്. ഇച്ചിരി ഗ്രേവിയിലും കൂടെ പൊതിഞ്ഞിട്ട് ഇങ്ങോട്ട് എടുക്കാം. ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കണം പാടില്ല.
അങ്ങനെ പഴംപൊരിയും ബീഫും കഴിച്ച ശേഷം ഇരിക്കുക. ബിരിയാണിയും കൊള്ളാം, പഴംപൊരി ബീഫും അതിലും കൊള്ളാം. അപ്പോൾ നമ്മൾ സ്ഥലം ലൊക്കേഷൻ വരുന്നത് ചാലക്കുടിയാണ്. ചാലക്കുടി മാർക്കറ്റ് റോഡിൽ, അങ്ങനെ മാർക്കറ്റിൻ്റെ അതിവിടെ തന്നെ ഇവിടെ ഒരു സ്റ്റീൽ പാത്രങ്ങളും ഒക്കെ വെക്കണ ഒരു സൂര്യ ബസാർ അങ്ങനെ ഒരു കടയുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ അവനരിയ ഉള്ളത്. പുറത്ത് നോക്കുമ്പോൾ തന്നെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ പേര് വേണു എന്നാണ്, അമ്മയുടെ പേര് ബിന്ദു എന്നുമാണ്. ബിബിനെ പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ, ബിബിനെ നിങ്ങളെല്ലാവരും കണ്ട് പരിചയമുള്ളതാവും. ബിബിൻ ഇവിടെ ഇല്ല, ദുബായിലാണ്. അതാണെന്ന് നമ്മളെ വീഡിയോയിൽ ആളില്ലാത്ത. അപ്പോൾ അവിടെ ഇരുന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. എനിക്ക് അങ്ങനെ കുറേ പേര് ഇപ്പോൾ എല്ലാ വീഡിയോ എന്ന് പറയുന്നത് ഓരോ കുട്ടികൾ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കടയുടെ വീഡിയോ എടുക്കുമെന്ന് ചോദിക്കുന്ന മെസ്സേജുകളാണ് ഭൂരിഭാഗവും വരുന്നത്. അല്ലെങ്കിൽ അവർ നടത്തുന്ന കട എടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ ചോദിക്കുമ്പോൾ ഞാൻ എന്നാ ഫുഡ് എവിടെയാണ് ലൊക്കേഷൻ എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചേച്ചി എത്രയാവും പേയ്മെൻറ്റ് എന്നുള്ളതാണ്. നമ്മൾ യൂട്യൂബിലിടുന്ന ഒരു വീഡിയോയ്ക്കും 1 രൂപ പോലും പൈസ മേടിച്ചിട്ടല്ല നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടി പറയുകയാണ്. വീഡിയോ കാണുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കില്ല എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കട അവരെ കൊണ്ട് എടുപ്പിക്കാം, പക്ഷെ ഒരുപാട് ബഡ്ജറ്റ് ഉള്ളതാണോ നമുക്ക് പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ മടിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഒന്നുകൂടി പറയുന്നത്, നമ്മൾ 1 രൂപ പോലും മേടിച്ചിട്ടില്ല യൂട്യൂബിലിടുന്ന ഒരു വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭക്ഷണത്തിന് പൈസ കൊടുക്കാണ്ട് ഒരു സ്ഥലത്തു നിന്ന് ഇറങ്ങി പോരാറുമില്ല. പലപ്പോഴും ഇത് വലിയൊരു യുദ്ധം തന്നെയാണ് ഈ പൈസ കൊടുക്കുക എന്ന് പറയുന്നത്. കാരണം നമ്മൾ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് അവരുടെ വീട്ടിലൊരാളെ പോലെ ആയി കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന് പൈസ കൊടുക്കാൻ ചെല്ലുമ്പോൾ ക്യാഷായിട്ടുള്ളവർ പലപ്പോഴും മേടിക്കില്ല. പിന്നെ GPay ഒക്കെ ചെയ്തിട്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ ചിലർ മുഷിച്ചിലാവും, അത് ശരിയായില്ല. നമ്മളെ വീട്ടിൽ ഞങ്ങളെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കില്ലേ, നിങ്ങൾക്ക് അങ്ങനെ കരുതിയിട്ടല്ലേ തരണമെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും ഇതെൻ്റെ ജോലിയാണ് ചേച്ചി, അല്ലെങ്കിൽ ഇതെൻ്റെ ജോലിയാണ് അമ്മേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയരുത്. ഇനി ഒരിക്കൽ വരുമ്പോൾ ഞാൻ വേണമെങ്കിൽ കഴിച്ചോളാം, ഈ പ്രാവശ്യം ഇത് പൈസ മേടിച്ചേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ പോവില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട്, അത് അവർ സ്നേഹം കൊണ്ട് നിരസിക്കേണ്ടതാണ്. പക്ഷെ കൊടുക്കാന്ന് പറയുന്നത് എൻ്റെ സ്നേഹമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ വീഡിയോസൊക്കെ പോകുന്നത്. അതൊക്കെ എന്നെ സ്ഥിരം കാണുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഞാൻ എന്നെ വന്ന് ചീത്ത വിളിക്കുമ്പോൾ നിങ്ങളാണ് മറുപടി കൊടുക്കുക, അവർ പൈസ കൊടുക്കാണ്ടാണോ പോകണം നിങ്ങൾക്ക് അറിയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങളാണ് പലപ്പോഴും ഞാൻ പോലും കമൻറ്റ് കാണുന്നതിന് മുമ്പേ നിങ്ങൾ ഓരോരുത്തരും മറുപടി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഞാനിവിടെ അവസാനിപ്പിക്കുവാണ്. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. മുന്നേ പറഞ്ഞിരുന്നു തൃശ്ശൂർ കുറേ വീഡിയോസ് ഉണ്ട് വരണം എന്നൊക്കെ, പക്ഷെ എൻ്റെ പേഴ്സണൽ ഉത്തരവാദിത്തങ്ങളൊക്കെ കൊണ്ട് എനിക്ക് വരാൻ പറ്റാത്തതാണ്. ഇപ്പോഴും 2 ദിവസത്തെ പരിപാടി ഇട്ടിട്ട് വന്നിട്ട് തിരിച്ചു പോവുക. അപ്പോൾ ഇനിയും വരും, തൃശ്ശൂർക്ക് വേണ്ടിയിട്ട് ഞാൻ വരുന്നുണ്ടെന്ന് കുറേ കാലമായിട്ട് പറയുന്നതാണ്. ഇപ്പോൾ 6-ാം തീയതി മോൻ്റെ എക്സാം തുടങ്ങും, 21-ാം തീയതി പരീക്ഷ തീരും മാർച്ചിൽ. പിന്നെ സ്കൂൾ അടവാണല്ലോ, ആ സമയത്തൊക്കെ കുറച്ച് വീഡിയോസ് എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം.